ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ എൻ്റെ വ്ലോഗ് വീഡിയോയിൽ ഞങ്ങളുടെ ആനിവേഴ്സറി കേക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവർ പ്ലീസ് ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതൊരു 1 kg വെയിറ്റ് വരുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ബബിൾ ഹാർട്ട് പോലെയും പില്ലോ ഹാർട്ട് പോലെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഷാർപ്പ് എഡ്ജ് അല്ല. അതുമാത്രമല്ല ഇതൊരു മിറർ ഗ്ലേസിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. നമുക്ക് ആനിവേഴ്സറിക്കും അതുപോലെ തന്നെ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സർപ്രൈസൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ലുക്കിലുള്ളൊരു കേക്കാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തോൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഇടുന്ന വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണാൻ കഴിയും. അപ്പം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ സ്പഞ്ച് റെഡിയാക്കാനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളും ഒരു അരിപ്പയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3/4 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ വരെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒരു 3 തവണ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എപ്പോൾ കേക്ക് ചെയ്യുമ്പോഴും സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ഇതിലുള്ള ആ ഒരു തരികളും കട്ടകളൊക്കെ ഉടഞ്ഞ് എല്ലായിടവും ഒരുപോലെ മിക്സ് ആയാലേ നമ്മുടെ ആ ഒരു സ്പഞ്ച് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിനാണ് നമ്മൾ ഒരു 3 തവണ വീതം അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വീഡിയോയിൽ ഇപ്പോൾ 2 തവണ കാണിക്കുന്നുള്ളൂ എങ്കിലും ഞാനൊരു 3 തവണ നല്ലപോലെ തന്നെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 3 തവണ തന്നെ അരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 4 മുട്ട പൊട്ടിച്ചിട്ടിട്ട് 1 ടീസ്പൂൺ അളവിലെ വാനില എസൻസും 3-4 ഡ്രോപ്സ് ബട്ടർ എസൻസും ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ബാറ്റർ നല്ലപോലെ ഒന്ന് ബീറ്റായി വന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നിച്ച് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാതെ പാർട്ട് ബൈ പാർട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒരു 3 തവണയായിട്ടാണ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഫുൾ സ്പീഡിലിട്ടിട്ട് തന്നെ നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എഗ് ബാറ്ററൊക്കെ നല്ലപോലെ തന്നെ റെഡിയായി എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഇപ്പം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ആ ഒരു ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ബട്ടർ മിൽക്ക് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയി. 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനീഗർ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ആ ഒരു റെഡ് കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തത്. ഇനി ഇത് രണ്ടും കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഹൈ സ്പീഡിലിട്ടൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ലോ സ്പീഡിലിട്ടിട്ട് അതൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ബീറ്റാക്കി എടുക്കുക. അപ്പോൾ ഓവർ ബീറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബാറ്റർ താഴ്ന്നു പോകും. ഇനി കളർ കുറച്ചും കൂടി പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2 പാർട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ സ്പാറ്റിലയോ അല്ലെങ്കിൽ ബീറ്ററോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് റെഡിയാക്കാവുന്നതാണ്. എന്തായാലും ഓവർ ബീറ്റിംഗ് ഇല്ലാണ്ട് ശ്രദ്ധിച്ചാൽ മതി. വീഡിയോയിൽ കുറച്ച് സ്പീഡായിട്ടാണ് കാണിക്കുന്നതെങ്കിലും കുറച്ച് സ്ലോ ആയിട്ട് തന്നെയാണ് അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ബാറ്റർ മുഴുവനായിട്ടും അതിൽ മിക്സ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബാറ്റർ താഴ്ന്നു പോകാണ്ടും ശ്രദ്ധിക്കുക. അങ്ങനെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 7 ഇഞ്ചിൻ്റെ ഉള്ള ഒരു മോൾഡിലേക്ക് ഞാൻ ആ ഒരു ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബട്ടർ പേപ്പറും കുറച്ച് ഹൈറ്റിലായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ബാറ്റർ മുഴുവൻ പുറത്തേക്ക് ചാടി കേക്ക് ഫ്ലോപ്പായി പോവും. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ ഒരു 35 to 40 മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്യാണ് വേണ്ടത്. ബാറ്റർ കുറച്ച് അധികം ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം.
ഒരു 40 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയിട്ട് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചേക്കാണ്. ഇനി ഇത് ഐസിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വിപ്പ് ചെയ്ത ആ ഒരു ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ഇതുപോലെ ആക്കി കൊടുത്ത് ആ ഒരു എഡ്ജ് കട്ട് ചെയ്തിട്ട് കേക്ക് ബോർഡിന് മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കേക്ക് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതുപോലുള്ള പല കളറിലുള്ള ഒരു കേക്ക് ബോർഡ് നമുക്ക് അവൈലബിൾ ആണ്. 15 രൂപയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാണാനും ഭംഗിയാണ്. നമുക്ക് ഏത് കേക്കാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കളർ ബോർഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി അതിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേക്കൊക്കെ മാഷാഅല്ലാ നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ച് നല്ലപോലെ എല്ലാ ഭാഗവും വെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3/4 കപ്പ് വെള്ളത്തിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുത്തതാണ്. 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആവുമ്പോൾ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരേ ലെവലിൽ തന്നെ ക്രീം എത്താനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എല്ലാ ഭാഗവും ഒരേപോലെ ലെവലായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണെങ്കിലും ഇതിൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നോർമൽ ക്രീമാണ് ചെയ്തേക്കുന്നത്. ഇതിന് മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ സെക്കൻഡ് ലെയറും കൂടി വെച്ച് കൊടുക്കുകയാണ്. കണ്ടില്ല, കേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ നല്ല അടിപൊളി സ്പഞ്ചായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു 40 മിനിറ്റ് വേണ്ടി വന്നു. ആ ഒരു ബാറ്റർ എത്രത്തോളം കൂടുതലുണ്ട് അതിനനുസരിച്ച് ടൈം വേണ്ടി വരും കേക്ക് ബേക്കാവാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാ വീഡിയോയിലും നമ്മൾ പെട്ടെന്ന് കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആവില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും നല്ലപോലെ വെറ്റ് ചെയ്തിട്ട് ആ ഒരു ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ശരിക്കും ഒന്ന് വെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡ് ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, നമ്മൾ നല്ലപോലെ വെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ആ ഒരു തേർഡ് ലെയറും വെച്ച് കൊടുത്ത് വെറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് ലെവലാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെയാണ് ലെവലാക്കി എടുക്കുന്നത്, പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്രീം എവിടെയെങ്കിലും പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് കുറച്ചും കൂടി ക്രീം ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് എല്ലാ ഭാഗങ്ങളിലേക്കും ലെവലാക്കി എടുക്കുകയാണ് വേണ്ടത്. പിന്നീട് ആ ഒരു ഹാർഡ് ഷേപ്പ് നമ്മൾ ആ ഒരു ഐസിങ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് വരുത്തുകയാണ് വേണ്ടത്. കാരണം ചിലപ്പോൾ നമ്മൾ ക്രീം ഐസിങ് ചെയ്യുന്ന ടൈമിൽ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരുപോലെ ക്രീം തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹാർഡ് ഷേപ്പിൻ്റെ ആ ഒരു എഡ്ജൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഫസ്റ്റൊക്കെ നമ്മൾ അപ്പോൾ ചെയ്യുന്ന ടൈമിൽ തന്നെ അതൊന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് മുഴുവനായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ എക്സ്റേ ഷീറ്റോ ആയാലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്ക്രേപ്പർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കാണാനില്ല. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ആ ഒരു എക്സ്റേ ഷീറ്റാണ്. അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ അപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല, ആ ഒരു വ്ലോഗ് എടുക്കുന്ന ടൈമിൽ ഇക്കുൻ്റെ കൈ കുത്തി വീണിട്ട് ആ ഒരു എല്ലാം ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് അതൊക്കെ ശരിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്ലോഗിൽ പറയാനും വിട്ടുപോയി. അപ്പോൾ ആ ഒരു എക്സ്റേ ഷീറ്റാണിത്. മാഷാഅല്ലാഹ് എന്തായാലും കൈയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോയും എടുക്കാൻ പറ്റിയതില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വ്ലോഗ് വീഡിയോ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇതുപോലൊരു ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ കഴുകി ആ ഒരു ഷീറ്റൊക്കെ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രീം ശരിക്കും അപ്ലൈ ചെയ്ത് ലെവലാക്കിയിട്ട് ഇതുപോലെ ആ ഒരു ഷീറ്റ് ആ ഒരു സ്ക്രാപ്പർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി പിടിക്കുക. എന്നിട്ട് ആ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് മെല്ലെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ ആ ഒരു എഡ്ജ് കൊണ്ടുവരാനായിട്ട് പറ്റും നമുക്ക്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയാണ് ഞാൻ കറക്റ്റായിട്ട് അത് കാണിച്ച് തന്നത്. ഇപ്പോൾ കേക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ ലെവലായിട്ടുണ്ട്. ഇനി ആ ഒരു മേൾഭാഗവും ആ ഒരു സൈഡും ഒക്കെ കറക്റ്റായിട്ട് തന്നെ ലെവലാക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വേണം കറക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട്, എങ്കിലേ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക.
ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കാരണം ഇതിലേക്ക് മിറർ ഗ്ലേസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ക്രീമൊക്കെ ശരിക്കും സെറ്റ് ആവണം. ആ ഒരു ക്രംസ് ഒന്നും കാണുന്നത് കുഴപ്പമില്ല. നമ്മൾ ആ ഒരു മിറർ ഗ്ലേസ് ചെയ്യുമ്പോൾ അതൊക്കെ മാറിക്കോളും. ഇപ്പോൾ കേക്ക് ഒരു ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊരു ഗ്ലേസ് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ജെലാറ്റിനാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നോർമൽ വാട്ടറാണ് പൊഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കണം. ആ ഒരു ജെലാറ്റിൻ അതിലേക്ക് ശരിക്കും സോക്കാവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുകയാണ് വേണ്ടത്. ഇനി ജെലാറ്റിൻ അവിടെ സോക്കാവുന്ന ആ ഒരു ടൈം കൊണ്ട് ഒരു പാനിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ടൈമിൽ നമ്മുടെ ആ ഒരു ഫ്ലെയിം ഒരുപാടൊന്നും കൂട്ടി വെക്കാതെ ലോ ഫ്ലെയിം തൊട്ട് ഒരു മീഡിയം ഫ്ലെയിം വരെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 2 മിനിറ്റ് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആ ഒരു സിറപ്പ് റെഡി ആവും. നമ്മുടെ ഒരു സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ആ ഒരു ജെലാറ്റിൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതും കൂടി അതിലേക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയാനും അത് കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. ഇതിപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഒരു 100 ഗ്രാം അളവിൽ വൈറ്റ് കോമ്പൗണ്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ജെലാറ്റിൻ്റെ മിക്സ് നല്ല ചൂടോട് കൂടി തന്നെ ആ ഒരു ചോക്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എങ്കിലേ ആ ഒരു ചോക്ലേറ്റ് നല്ലപോലെ തന്നെ മെൽറ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു മിക്സ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ നമ്മുടെ ആ ഒരു വൈറ്റ് കോമ്പൗണ്ട് നല്ലപോലെ തന്നെ മെൽറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നല്ലപോലെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എങ്കിലേ അതിലുള്ള ആ ഒരു കട്ടകൾ, ചോക്ലേറ്റിൻ്റെ ആ ഒരു കട്ടകളൊക്കെ ഉടഞ്ഞിട്ട് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ ഞാൻ ആ ഒരു ഗ്ലേസ് ഞാനൊരു അരിപ്പയിലൂടെ നല്ലപോലെ തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, ആ ഒരു ചോക്ലേറ്റിൻ്റെ കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കളർ ആഡ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ സൂപ്പർ റെഡ് കളറാണ് ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ജെൽ കളറാണ്. അപ്പോൾ നമുക്ക് കളർ എത്രത്തോളം വേണം അത്രത്തോളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ചൂടാറിയിട്ട് വേണം കേക്കിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചപ്പോഴേക്കും നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഗ്ലേസും നല്ലപോലെ തന്നെ റെഡിയായി ചൂടാറിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലേസ് നല്ലപോലെ ചൂടാറിയിട്ടും ഉണ്ടാവണം, കേക്കിന് നല്ല കൂളും വേണം, എങ്കിലേ ആ ഒരു മിറർ ഗ്ലേസ് കറക്റ്റ് ആവുകയുള്ളൂ. ഇനി നമ്മുടെ ആ ഒരു കേക്കിലേക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന രീതിയിൽ ആ ഒരു ഗ്ലേസ് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ആ ഒരു ഗ്ലേസ് നല്ലപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു ഒഴിക്കുന്ന ആ ഒരു പാത്രവും അതുപോലെ തന്നെ ആ മുകളിലുള്ള ലൈറ്റൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ആ കേക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ആ ഒരു മിറർ ഗ്ലേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഗനാഷ് ചെയ്യുമ്പോഴും നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും, പക്ഷേ മിറർ ഗ്ലേസ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഗ്ലേസ് ആയിരിക്കും ആ ഒരു കേക്കിന്. കറക്റ്റ് നമ്മുടെ ആ ഒരു ഫേസ് തന്നെ, ആ ഒരു രൂപം നമുക്കതിൽ കറക്റ്റ് കാണാൻ കിട്ടും. ശരിക്ക് നല്ല ഭംഗിയാണ് കാണാൻ, നല്ലൊരു അടിപൊളി ഗ്ലേസാണ്. ഈ ഒരു കറക്റ്റ് തിക്നെസ്സിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലേസ് മുഴുവനായിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഇനി സെറ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് വേണം ഇതിലേക്കുള്ള ബാക്കി പരിപാടി നോക്കാനായിട്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി കാണാം. അപ്പോൾ മാഷാ അല്ലാ, നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ 1 മണിക്കൂറും കൂടി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടാണ് ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഡെക്കറേഷൻ എന്ന് പറയാനായിട്ടില്ല, ജസ്റ്റ് ആ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ലവ് യു മാ ഹബി ബേബി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കേക്കിൽ എഴുതിയിട്ടുണ്ട്. കുറച്ച് വൈറ്റ് ഹാർട്ട്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സിൽവർ ബോൾസും കൂടി ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെ ഏറ്റവും ലാസ്റ്റ്
ഏറ്റവും ആ ഒരു ബോർഡർ ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇക്കൂക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്ത കേക്കാണ്. അത് മാത്രമല്ല ആ ഒരു ടൈം ആയപ്പോഴേക്കും ഇക്കൂൻ്റെ ഫ്രണ്ട്സൊക്കെ കയറി വന്നുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ആ ഒരു ഡെക്കറേഷൻ്റെ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അവരവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തത്. അതുമാത്രമല്ല നല്ല രീതിയിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്തിട്ട് ആ ഒരു പീസ് കറക്റ്റ് കാണിച്ചു തരാനും എനിക്ക് പറ്റിയില്ല. കട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ. അപ്പോൾ വേഗം തന്നെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. കേക്കും പെട്ടെന്ന് തന്നെ തീർന്നു. പിന്നെ പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റി കേക്കായിരുന്നു. മാഷാഅല്ലാ, ആ ഒരു കത്തി വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോവായിരുന്നു കേക്കിലേക്ക്. അത്രയ്ക്ക് ജ്യൂസിയാണ്, അത്രയ്ക്ക് ടേസ്റ്റിയുമായിരുന്നു. നല്ലൊരു സോഫ്റ്റ്നെസ് ഉള്ള കേക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഇൻഷാ അല്ലാ ചെയ്യുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും കേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ഓക്കെ, ബൈ.